എ ബി എന്നിവ തുടർച്ചയായ നിസ്സർഗ സംഖ്യകൾ ആയാൽ എ സ്ക്വയറിനോട് എന്ത് കൂട്ടിയാൽ ബി സ്ക്വയർ കിട്ടും? നമ്മുടെ ചോദ്യം എ സ്ക്വയറിനോട് എന്ത് കൂട്ടിയാൽ ബി സ്ക്വയർ കിട്ടും? എന്ത് കൂട്ടിയാൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം കാണാൻ നമ്മൾ എന്താ ചെയ്യുക? എന്ത് കൂട്ടിയാൽ എന്നതിന് ശേഷമുള്ളതെന്ന് എന്ത് കൂട്ടിയാൽ എന്നതിന് മുൻപുള്ളത് കുറയ്ക്കുക. അപ്പോൾ എന്ത് കൂട്ടിയാൽ എന്നതിന് ശേഷം എന്താണ്? ബി സ്ക്വയർ. അതിന്ന് എന്ത് കൂട്ടിയാൽ എന്നുള്ള മുമ്പ് എന്താ? എ സ്ക്വയർ. ബി സ്ക്വയറിന്ന് എ സ്ക്വയർ കുറയ്ക്കുക. നമുക്ക് ഇതൊരു ഐഡൻറ്റിറ്റി അറിയാം. ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ സർവ്വസമവാക്യം? ഇതിനെ നമുക്ക് ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ എന്ന് എഴുതാം. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ സമം ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ. ഇനി ബിയും എയും എന്താണ് പറഞ്ഞിട്ടുണ്ട്? തുടർച്ചയായ നിസ്സർഗ സംഖ്യകളാണ്. നിസ്സർഗ സംഖ്യകൾ പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ. അപ്പോൾ എയും ബിയും ഒക്കെ ഈ എണ്ണൽ സംഖ്യകൾ, അതായത് 1, 2, 3, 4 ഇങ്ങനെയുള്ള എണ്ണൽ സംഖ്യകളിൽ പെടും ഈ എയും ബിയും. അപ്പോൾ ബി പ്ലസ് എ അവിടെ ഇരിക്കട്ടെ, ബി മൈനസ് എ എന്ന് ആലോചിക്കുക. നമുക്ക് എയും ബിയും എന്താ? തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. ഇതിൽ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾ എടുത്തിട്ട് കുറച്ച് നോക്കൂ. കാരണം തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകൾ എടുത്ത് കുറയ്ക്കുകയാണ്. അപ്പോൾ ഇത് എ എന്ന് ബി വിചാരിച്ച് കഴിഞ്ഞാൽ ബി മൈനസ് എ 2 1 കുറച്ചാൽ 1 ആണ്. ഇത് എ ഇത് ബി വിചാരിച്ചാലോ 3 2 കുറച്ചാൽ 1 ആണ്. ഇത് എ ഇത് ബി വിചാരിച്ചാലോ 4 3 കുറച്ചാൽ 1 ആണ്. അപ്പോൾ ബി മൈനസ് എ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബി പ്ലസ് എ എന്ന് അങ്ങനെ ഇടാം. ഇൻറ്റു ഇതിൻ്റെ വില എത്ര? 1 ആണ്. ബി പ്ലസ് എ ഇൻറ്റു 1 എന്താ? ബി പ്ലസ് എ. അതായത് എന്താ ഉത്തരം? എ സ്ക്വയറിനോട് എന്ത് കൂട്ടിയാൽ? എ സ്ക്വയറിനോട് ബി പ്ലസ് എ കൂട്ടിയാൽ, അല്ലെങ്കിൽ ഇതിനെ എ പ്ലസ് ബി എന്ന് പറയാം. അപ്പോൾ എ സ്ക്വയറിനോട് എ പ്ലസ് ബി കൂട്ടിയാൽ എന്ത് കിട്ടും? ബി സ്ക്വയർ കിട്ടും.